ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കർക്കിടക മാസ ഫലമാണ്. 1199 ആണ്ട് കൊല്ലവർഷം കർക്കിടക മാസം 32 ദിവസമുണ്ട്. ഈ ഒരു മാസത്തെ ഫലം 27 നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. അതായത് ജൂലൈ മാസം 16 തീയതി മുതൽ ആഗസ്റ്റ് മാസം 16 തീയതി വരെയുള്ള ഫലങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. അതായത് ഈ മാസം കർക്കിടക മാസം ഇടവം രാശിയിൽ ചൊവ്വായും വ്യാഴവും നിൽക്കുന്നു. അപ്പോൾ കർക്കിടകം രാശിയിൽ ആദിത്യനും അവിടെ കൂടെ നിൽക്കുന്ന ആ ശുക്രൻ അത് 19 തീയതി, അതായത് ജൂലൈ 19 തീയതി ചിങ്ങൻ രാശിയിലേക്ക് മാറും. ശുക്രൻ ജൂലൈ മാസം 31 തീയതിയും ചിങ്ങത്തിലേക്ക് മാറുന്നു. ശനി കുംഭം രാശിയിൽ നിൽക്കുന്നു, രാഹു മീനത്തിൽ. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഈ മാസത്തെ ഏറ്റവും പ്രധാന കാര്യം കർക്കിടക മാസം ഒരു പുണ്യമാസം ആണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ശരീരം ഇളതാകുന്നത് പോലെ മനസ്സും ഇളപ്പം വരികയും അതിന് ശരീരത്തിനും ഔഷധങ്ങൾ പോലെ തന്നെ മനസ്സിന് ആത്മീയ കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതും അതുപോലെ തന്നെ അവരവർക്ക് ഇഷ്ടപ്പെട്ട പുരാണങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതും ഹൃദയസ്ഥമാക്കുന്നതുമൊക്കെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഓജസ്സും തേജസ്സും വർദ്ധിപ്പിക്കും. നല്ല നല്ല ചിന്തകൾ ഉണ്ടാകുന്നതിനും പുരോഗതിക്കും അത് വഴിവെക്കുകയും ചെയ്യും. പിതൃക്കളെ മനസ്സിൽ സ്മരിക്കുകയും പിതൃതർപ്പണം ചെയ്യുന്ന ഒരു പ്രധാന ദിവസം കൂടിയാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്. നമ്മൾ ഓരോരുത്തരും കർക്കിടക മാസത്തിൽ കറുത്തവാവിന് ബലിയിടുക എന്നാണ് പറയുന്നത്. ഈ പ്രാവശ്യം പല മാധ്യമങ്ങളിലൂടെയും കണ്ടു, 3 തീയതി ഒരിക്കൽ 3 തീയതി ബലി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ്. വാവുള്ളപ്പോൾ വേണം വാവ് ബലിയിടുവാൻ. പിതൃക്കളെ അന്നാണ് ബലിതർപ്പണം ചെയ്തത്. വാവ് ഉള്ളത്, അതായത് 1199 ആണ്ട് കർക്കിടക മാസത്തിൽ വാവ്, അതായത് അമാവാസി ഉള്ളത് ആഗസ്റ്റ് മാസം 3 തീയതി ഉച്ചയ്ക്ക് ശേഷം 3:55 വാവ് തുടങ്ങുകയുള്ളൂ. അന്നേരം 3 തീയതി വാവ് ബലിയിട്ടാൽ വാവിനായിരിക്കില്ലല്ലോ രാവിലെ ബലിയിടുന്നത്. വാവ് തുടങ്ങുന്നത് ഉച്ചയ്ക്ക് ശേഷം 3:55 ആ വാവ് പിറ്റേ ദിവസം 4 തീയതി ഉച്ച കഴിഞ്ഞ് 4:47 വരെ ഉണ്ട് ഗണിതവിധി പ്രകാരം. അതുകൊണ്ട് 3 തീയതി എല്ലാവരും ഒരിക്കലെടുക്കുകയും 4 തീയതി വേണം ബലിയിടുവാൻ എന്നാണ് പഞ്ചാംഗപ്രകാരം ഉള്ള കാര്യം. അത് സത്യവുമാണ്. ഇന്ന് കർക്കിടക മാസത്തെ ഫലങ്ങൾ പറയുമ്പോൾ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള കാലമാണ്. ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ വിജയം വന്നിച്ചേരുകയും ധനാഗമനയോഗവും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ വളരെ നല്ല ഒരു മാസം. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ വളരെയധികം പുരോഗതികളും നേട്ടങ്ങളും വന്നു ചേരുന്നു. രാശ്യാധിപൻ അത് കേന്ദ്രഭാവത്തിലേക്ക് വരുന്നു. കൂടെ ധനസ്ഥാനാധിപനുമുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അല്പം ദേഷ്യം വർദ്ധിക്കാം. അതൊക്കെ ക്ഷമ, വിട്ടുവീഴ്ച ഒക്കെ വളരെ അത്യാവശ്യമാണ്. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും തൊഴിൽ പുരോഗതി വന്നു ചേരുകയും ധനാഗമന യോഗവുമുണ്ട്. കുടുംബത്ത് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടാതെ ശ്രദ്ധിക്കണം.
സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായിക്കുന്ന ഒരു മാസവുമാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം. ജലയാത്രകൾ ചെയ്യുവാൻ പാടില്ല. അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കണം. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിലും മെഡിസിനൊക്കെ കഴിക്കുന്ന കാര്യത്തിൽ പ്രായമായവരും കൊച്ചുകുട്ടികളും ഒക്കെ കൃത്യനിഷ്ഠ പാലിക്കേണ്ടതാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. കുടുംബപരമായിട്ട് ചില അലോസരതകൾ കുടുംബത്ത് ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൂടാതെ തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് പരമാവധി വിട്ടുവീഴ്ചയും സഹകരണ മനോഭാവവും ഒക്കെ ആവശ്യവുമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4 പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സർവ്വവിധ വിജയങ്ങളും വന്നുചേരുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അതായത് 11ാം ഇടത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിനോട് യോഗം ചെയ്ത് രാജയോഗകാരകനായ ചൊവ്വായി കൂടി വന്നതിനാൽ സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിനും, അതായത് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള ഭൂമി ആയാലും തരാമെന്ന് പറഞ്ഞിരിക്കുന്ന തരുന്നതിന് ഒക്കെ യോഗമുള്ള സമയം. അതല്ല ഏതെങ്കിലും തരത്തിൽ ലോണുകളൊക്കെ ശരിയാകുകയോ ചിട്ടിയൊക്കെ കിട്ടുകയോ മറ്റ് സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ദീർഘകാലമായിട്ട് ഒരു ഗൃഹം പണിയുന്നതിനാവശ്യമായുള്ള ഭൂമി വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന മാസമാണ്. ശുക്രൻ്റെയൊക്കെ സ്ഥിതി കൊണ്ട് ഒരു വാഹനം വന്നിച്ചു വരണം എന്ന് സാധിക്കുന്ന കാലമാണ്. ഇത് എല്ലാം കൂടി സാധിക്കും എന്നല്ല, ഒരു വ്യക്തിക്ക് ദീർഘകാലമായിട്ട് സാധിക്കുന്ന ഒരു കാര്യം സാധിക്കേണ്ട ഒരു മാസമാണ്. വന്നു ചേരുന്ന പണം അത് വിനിയോഗിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. ദുർവിനിയോഗം ചെയ്ത് ആഡംബരത്തിന് വേണ്ടി മുതൽ മുടക്കിയിട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ജാഗ്രത പാലിക്കേണ്ട ഒരു മാസവുമാണ്. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിനുണ്ടാവും. ദാമ്പത്യ ജീവിതം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. തൊഴിൽ പുരോഗതിയും വന്നിച്ചു. ചിങ്ങം രാശിക്കാരായിരുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഉയർന്ന ഭാഗ്യാവസ്ഥയാണ് വന്നിച്ചിട്ട്. ഏറ്റവും പ്രധാനം ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി വന്നിച്ച്. അതുപോലെ വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ വളരെ ജാഗ്രത പാലിക്കുക. കുടുംബത്തെ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു മാസമാണ്. അതായത് വ്യാഴത്തിൻ്റെയും ചൊവ്വായുടെയും അതുപോലെ തന്നെ ശനിയുടെയും എല്ലാം ഗ്രഹങ്ങൾ അനുഗ്രഹിച്ച് നിൽക്കുന്നു. ക്ഷമ, വിട്ടുവീഴ്ച വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സമയമാണ്. രാശിയിൽ കേതുവാണ് സ്ഥിതി ചെയ്യുന്നത്. 7ാം ഭാവത്തിൽ രാഹു. അപ്പോൾ കൊള്ളുകയറാത്ത പ്രണയങ്ങളോ കൊള്ളുകയറാത്ത ബന്ധങ്ങളോ കൊള്ളുകയറാത്ത സുഹൃത്തുക്കളോ ഒക്കെ വന്നു ചേരാം. വിവാഹം ആലോചിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർ. മാനാപമാനങ്ങളും അപമാനങ്ങളും അവിഖ്യാതികളും നഷ്ടങ്ങളും കഷ്ടങ്ങളും പല വിധത്തിലുണ്ടാകുവാൻ സൂചനയുണ്ട്. ജാഗ്രത പാലിക്കുക. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കുക. തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരുകയും ധന ആഗമന യോഗവുമുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും യോഗമുണ്ട്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം അതീവ ജാഗ്രത ആവശ്യമാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ശ്രേയസ്സിനും യശസ്സിനും ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ സുഹൃത്തുക്കളെ കൂടെ നിർത്തുവാനായിട്ട് വളരെ ജാഗ്രത പാലിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ പൊതുവെ നല്ലതായിരിക്കും. തൊഴിൽപരമായിട്ടും ഉത്തമമായിരിക്കും. വിജയങ്ങൾ വന്നു ചെയ്യും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖം 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് 7ാം ഭാവത്തിൽ
ബലവാന്മാരായ രണ്ട് പ്രബല ഗ്രഹങ്ങൾ വരുമ്പോൾ ഭാഗ്യസ്ഥാനവും പുഷ്ടിപ്പെട്ടു നിൽക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും അപ്രതീക്ഷിത ധനാഗമന യോഗവും തൊഴിൽ വിജയവും വന്നിച്ചു. കുടുംബപരമായിട്ട് നല്ല സമയം. പാരമ്പര്യമായ സമ്പത്ത് വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ ഒക്കെയുള്ള യോഗമുണ്ട്. ധനുരാശിക്കാരായിരുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും കരുതലും വേണ്ട ഒരു മാസമാണ്. അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളോ കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീടുന്നതിനും ഒത്തുതീർപ്പാകുന്നതിനും യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ ജാഗ്രത പാലിക്കുക. ദുർബുദ്ധി മൂലം ധനം നഷ്ടപ്പെടുവാൻ സൂചനയുണ്ട്. കുടുംബത്ത് അലോസരതകൾ ഉണ്ടാകാം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അത് ജാഗ്രതയോടുകൂടി വേണം വാഹന യാത്ര ചെയ്യുന്നത്. അസമയത്തെ യാത്രകളും ജലയാത്രകളും ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് വളരെയധികം നയത്തിലൊക്കെ വേണം കൈകാര്യം ചെയ്യുവാനും സംസാരിക്കുവാനും പ്രവൃത്തി ചെയ്യുവാനും. കൃത്യസമയത്തൊക്കെ ഡ്യൂട്ടിക്ക് ഹാജരായില്ല എങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്നതിനും സൂചനയുണ്ട്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതവും ഉത്തമവുമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും അതുപോലെ തന്നെ സുഖസ്ഥാനത്തിൻ്റെ അധിപനുമൊക്കെ ബലവാന്മാരായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായിരിക്കും. യുവതി യുവാക്കൾക്ക് ഒരു വിവാഹമൊക്കെ ആലോചന വന്ന് വാക്കായി അത് വാക്കുറപ്പിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ട് നല്ലതാണ്. ഉത്തമ വാഹനയോഗവും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനുള്ള തീരുമാനമെടുക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ പല വിധത്തിൽ വന്നു ചേരുവാൻ ഈ മകരം രാശിക്കാർക്ക് യോഗമുണ്ട്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ക്ലേശങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടിക്കൊണ്ടിരിക്കുന്നു. ഭാഗ്യാധിപന്റെ സ്ഥിതി കൊണ്ടും ദൈവാധീനം വർദ്ധിച്ചിരിക്കാലും വളരെ നല്ല ഒരു മാസമാണ് കർക്കിടക മാസം. അലസത വെടിയുക. കാര്യത്തിലേക്ക് കടക്കുവാൻ സമയമായിരിക്കുന്നു. പ്രവർത്തന വിജയം വന്നു ചേരുവാൻ യോഗമുണ്ട്. ഉത്സാഹത്തോടുകൂടി സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിച്ചാൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. ദേഷ്യം ഒഴിവാക്കുക. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ് ദാമ്പത്യ ജീവിതം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗമുണ്ട്. തൊഴിൽപരമായ വിജയങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരും. ഒരേ സമയം 2 വരുമാനം വന്നു ചേരുവാനും ഈ കർക്കിടക മാസത്തിൽ ഈ കുംഭം രാശിക്കാർക്ക് യോഗമുണ്ട്. മീനം രാശിക്കാരായിരിക്കുന്ന ഊർട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അതീവ ജാഗ്രത ആവശ്യമാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്നു. ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. പുതിയ വാഹനം വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ യോഗമുണ്ട്. അത് വലിയ രീതിയിൽ പലിശ അധികമുള്ള ലോണുകൾ കഴിവതും എടുക്കാതിരിക്കുക. ദമ്പതികളായിട്ടുള്ളവർ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധ അക്കാര്യത്തിൽ ആവശ്യമാണ്. തൊഴിൽ പുരോഗതി വന്നിച്ച് അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാദേവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ, അതുപോലെ തന്നെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതിനും ഒക്കെ ഈ മാസം യോഗമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.